सृष्टिकर्ता मेरा पिता बन गया, यहोवा एलियोन सृष्टिकर्ता मेरा पिता बन गया। अब तो मैं सनात हूँ, अब तो मैं सनात हूँ। ഇസ്രായേൽ മക്കൾക്ക് വലിയ മുടക്കൾ കണ്ടിട്ട് ദൈവത്തിന്റെ മഹത്വം കാണാൻ പറ്റി. इस्राएल के लोग बड़े चमत्कार देख के परमेश्वर की महिमा नहीं देख पाया, ഹൃദയ ദൃഷ്ടി തുറന്ന പുതിയ നിയമ വിശ്വാസിയെ, लेकिन हृदय की जो दृष्टि खुला हुआ नया नियम के विश्वासी, കണ്ണുകൾ തുറന്നതാണ്. आपकी अंदर की आंखें खुला है, അകത്തെ കണ്ണുകൾ തുറന്നവന് जो अंदर की आंखें खुला है, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വലിപ്പം മനസ്സിലാക്കും. जो विश्वास करने वालों के लिए कार्य करने वाला परमेश्वर की उस शक्ति को എങ്ങനെയുള്ള देखेंगे। ശക്തിയാണെന്നറിയാമോ? वो किसकी शक्ति है? അളവറ്റ ശക്തിയാ. आप नहीं सकते वैसे शक्ति है, അളക്കാൻ പറ്റത്തില്ല. वो नाप नहीं सकते, നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. वो आप नाप नहीं എന്നെ सकते। കേൾക്കുന്ന ദൈവവൈതലേ, जो सुनने वाले परमेश्वर के बच्चों, നിങ്ങൾക്ക് വേണ്ടി ഒരു അസീം ശക്തി വർക്ക് ചെയ്യുന്നുണ്ട്. आपके लिए एक ना नापने वाली शक्ति कार्य करता है, അളക്കാൻ പറ്റാത്ത ശക്തി. जिस शक्ति को नाप नहीं सकते, നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുത കർത്താവ് ചെയ്യും. कि तुम्हारे लिए चमत्कार परमेश्वर करेगा। मैं അത് ലോക മനുഷ്യർക്ക് മനസ്സിലാകത്തില്ല, वो दुनिया के लोगों को समझ में नहीं പക്ഷെ आएगा, ദൈവ പൈതലിന് അത് മനസ്സിലാക്കുവാൻ പറ്റും. लेकिन परमेश्वर के बच्चे वो समझ सकता है। നിങ്ങളുടെ ചുറ്റിലെ ചെറിയ ചെറിയ വിഷയങ്ങളിൽ കർത്താവിന്റെ ഗ്ലോറി നിങ്ങൾ കാണണം. तुम्हारे जीवन के छोटे छोटे विषय में परमेश्वर की महिमा तुम्हें देखना है। ഞാൻ മുമ്പ് പറഞ്ഞില്ല, എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ എക്സാം ഹോളിൽ കാണണം. कि जो एग्जाम लिखने वाले बच्चे, वहां तुम परमेश्वर की महिमा देखे। आमीन। ഹല്ലേലൂയ. അവരും പഠിക്കുന്നു, അവരുടെ കൂടെ ഇരിക്കുന്ന മറ്റു പിള്ളേരും പഠിക്കുന്നു. वो भी पढ़ाई करते हैं, उनके साथ दूसरे लोग भी पढ़ाई करते हैं, പക്ഷെ അവരുടെ മേൽ ഒരു അനുഗ്രഹം ഒന്ന് വെളിപ്പെടുവാനിടയായിത്തീരും. लेकिन उनके ऊपर एक अनुग्रह प्रकट हो। നിങ്ങളും ജോലി ചെയ്യുന്നു, മറ്റനേകരും ജോലി ചെയ്യുന്നു. तुम भी काम करते, बहुत सारे लोग काम करते हैं, പക്ഷെ നിങ്ങളുടെ ജോലിക്കകത്ത് കർത്താവിന്റെ ഒരു കരുണ ഒന്ന് कि വെളിപ്പെടാനിടയായിത്തീരും. लेकिन तुम्हारे काम में परमेश्वर की अनुग्रह प्रकट हो। आमीन। അങ്ങനെ ചെയ്യുന്നവനാ നമ്മുടെ കർത്താവ്. ऐसा करने वाला हमारा തന്നിൽ परमेश्वर, ആശ്രയിക്കുന്നവനെ അവൻ അറിയുന്ന കർത്താവാ. जो उस पे उम्मीद भरोसा रखते उस पे वो करुणा करता है, അവർക്ക് വേണ്ടി കരുതുന്ന കർത്താവാ. उसके लिए वो संभालता है, അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കർത്താവാ. उसके लिए वो प्रबंध करता है। ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ? क्या आप विश्वास करते हैं? വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് സ്ഥിരവാസമുണ്ട് പ്രിയമുള്ളവരെ. अगर विश्वास करते तो हमारे लिए स्थिर वास है। ഹല്ലേലൂയ. हालेलुया। വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് വിശ്രമമുണ്ട്. अगर विश्वास करें तो हमें विश्राम है। വിശ്രമിക്കുന്നത്, റെസ്റ്റ് കിട്ടുന്നത് നല്ലതാണ്. जो विश्राम करना अच्छा है। വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് ഉണ്ടാവുന്ന. अगर विश्वास करें तो आपको विश्राम അല്ലെങ്കിൽ मिलेगा, എപ്പോഴും അൺറെസ്റ്റ് ആയിരിക്കും ജീവിതം. नहीं तो हमेशा बिना रेस्ट के रहेंगे। അങ്ങനെ ആശങ്കകളോടുകൂടി ജീവിക്കില്ലേ? ऐसा नहीं जीना है। വിഷയങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. तेरे सारे विषयों को परमेश्वर के हाथों में എല്ലാ देखे, ഭാരവും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. सारे बोझ परमेश्वर के हाथ में देखे। അല്പസമയങ്ങൾ നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുക. कुछ समय आप जरा विश्राम लो। ഇങ്ങനെ ചുമന്നുകൊണ്ട് എത്ര നാൾ ഇരിക്കും? कितना साल ये बोझ उठा के കർത്താവിന്റെ रहेगा? കയ്യിലോട്ട് കൊടുത്തിട്ടൊന്ന് റെസ്റ്റ് എടുക്കുക. परमेश्वर के हाथ में देके रेस्ट ले। കർത്താവിനോട് പറ, കർത്താവ് ഞാൻ ആശ്രയിക്കുക. परमेश्वर को बोलो, परमेश्वर में उम्मीद रख रहा हूँ, അത്ഭുതം ചെയ്യണം. तू मेरे लिए चमत्कार ഞാൻ करना। പറഞ്ഞല്ലോ, രാവിലത്തെ സർവീസിന് ഞാൻ പറഞ്ഞു, मैं सुबह के सर्विस में कहा, നമ്മുടെ കർത്താവിനെ പോലെ ക്ഷമയുള്ള ഒരു ദൈവമില്ല. हमारे परमेश्वर के जैसा जो क्षमा करने वाला परमेश्वर कोई नहीं है। ഭയങ്കര പേഷ്യൻസ് അവന്. उसको बहुत धीरज है, അത് മനുഷ്യന് കമ്പയർ ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസ് ആണ്. इंसान वो कंपेयर नहीं कर सकते हैं। നമുക്കാണ് പേഷ്യൻസ് ഇല്ലാത്തത്. हमें धीरज नहीं है, നമ്മുടെ പേഷ്യൻസ് ആണ് തകർന്നു പോകുന്നത്. हमारा धीरज टूट जाता है, കർത്താവ് ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. लेकिन परमेश्वर कभी ऐसा नहीं करता। ഇന്ന് ഈ ആരാധന നടുവിൽ आज इस आराधना के बीच में നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ വിശ്വാസം വെളിപ്പോട്ടെ. आमीन आमीन, हमारे हृदय के सारे अविश्वास दूर हो जाए, ദൈവത്തിൽ ആശ്രയിക്കട്ടെ. परमेश्वर पे आश्रय रखे, വിശ്വസിച്ച് विश्वास करके അത്ഭുതങ്ങൾ കാണുവാൻ. चमत्कार देखने के लिए പറഞ്ഞാട്ടെ, എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം കർത്താവ് ചെയ്യും. मुंह खोल के बोलो, मेरे जीवन में परमेश्वर चमत्कार ഒരു വഴി करेगा। അടഞ്ഞാൽ വേറെ ഒന്ന് തുറക്കും. एक रास्ता बंद होगा, दूसरा वो खोलेगा। आमीन। ഈ രോഗം എന്നെ നശിപ്പിക്കത്തില്ല. ये बीमारी मुझे नाश नहीं करेगा। ഹല്ലേലൂയ. हालेलुया। ഞാൻ വിശ്വസിക്കുകയാണ്. मैं विश्वास करता हूँ, എന്റെ ഇസ്രായേൽ മക്കളുടെ കൂട്ടമുള്ള ഹൃദയമല്ല എനിക്കുള്ളത്. इस्राएल के लोगों के जैसा हृदय नहीं है मेरा। ആ കൂട്ടത്തിൽ ഒരു മനുഷ്യന് മാത്രമായിരുന്നു വേറൊരു ഹൃദയം ഉണ്ടായിരുന്നത്. उस झुंड में एक ही व्यक्ति को अलग हृदय था, അവന്റെ പേര് കാലേബ് എന്നായിരുന്നു. उसका नाम खालेब था। അവന്റെ ഹൃദയം എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. उसका हृदय पूरी तरह से अलग था। അതുകൊണ്ട് എന്ത് സംഭവിച്ചു? इसके लिए क्या हुआ? ബാക്കി എല്ലാവരും ആ മരുഭൂമിയിൽ വളമായി തീർന്നിട്ടും बाकी सब उस रेगिस्तान में खाद बन गया, കാലേബ് ആ മരുഭൂമിയിൽ വളമായി തീർന്നില്ല. खालेब जो है उस रेगिस्तान में खाद नहीं बना। കാലേബ് ആ കനാൻ ദേശത്ത് കാല് വെച്ചു. कालेब उस कनान देश में पैर रखा। കാലേബ്
വാഗ്ദത്തങ്ങളെ പ്രാപിച്ചു. कालेब वादों को प्राप्त किया. ഹല്ലേലൂയ. हालेलुया. കാലേബ് ശക്തന്മാരോട് യുദ്ധം ചെയ്യുവാൻ തയ്യാറായി. कालेब सामर्थ्यशालियों से युद्ध किया. ഹെബ്രോൻ അല്ലേ, ഹെബ്രോനൊക്കെ പിടിച്ചെടുക്കുന്നത് കാലേബിന്റേതാണ്. हेब्रोन सब जो है उसने हासिल किया. ഹെബ്രോന്റെ ഒരു വലിയ പ്രത്യേകത, परमेश्वर बहुत बड़ा. പൂർവന്മാരുടെ നഗരം, ദ സിറ്റി ഓഫ് പാട്രിയാർക്സ് എന്നാണ് ഹെബ്രോനെ അറിയപ്പെട്ടിരുന്നത്. हेब्रोन जो पूर्वजों का जगह जाना जाता है. പിതാമഹന്മാരുടെ നഗരമെന്ന അബ്രഹാമിന്റെ, യാക്കോബിന്റെ, ഇസ്ഹാക്കിന്റെ ഒക്കെ സ്ഥലമായിരുന്നു ഹെബ്രോൻ. अब्राहम, इसहाक, उन सब का जगह था. അതൊക്കെ ആരാ പിടിച്ചെടുത്തത്? वो सब कौन पकड़ के लिया? കാലേബ പിടിച്ചെടുത്തു. कालेब ने. ഹല്ലേലൂയ. മമ്രയുടെ തോപ്പൊക്കെ അവിടെയാ, മക്ബോല ഗുഹയൊക്കെ അവിടെയാണ്. मकबेला वो गुफा कहाँ था? അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? उसका अर्थ पता है? ഇസ്രായേൽ മക്കൾ കനാനിൽ വരുന്നതിന് മുമ്പേ इस्राएल बच्चे कनान में आने से पहले വാഗ്ദത്തം കനാൻ കിട്ടുമെന്നല്ലേ? परमेश्वर का वादा था कनान मिलेगा. അതിനൊക്കെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ उससे बहुत साल पहले ഇസ്രായേൽ മക്കളുടെ പേരിൽ അവകാശമായിട്ട് എഴുതി കിട്ടിയ ഒരു ഭൂമിയാ മക്കപ്പോല ഗുഹയും അതിനുള്ള നിലവും. ഹല്ലേലൂയ. कि इस्राएल के वो लोगों के लिए वादा में मिला हुआ जमीन है, वो उनके नाम में लिखा हुआ. എഴുതി വാങ്ങിച്ചതാ, ആധാരം എഴുതി വാങ്ങിച്ചതാ. वो उन्होंने बोलते उनके नाम पे लिख के लिया. വില കൊടുത്ത് വിലക്ക് വാങ്ങിച്ചതാ. अब्राहम ने मूल देख के मूल से खरीदा है. സ്വന്തമായിട്ട് എഴുതി കിട്ടിയ ഭൂമിയാ. उसके नाम से लिख के मिला. അതൊരു നിസ്സാര ഭൂമിയല്ല കേട്ടോ. वो साधारण नहीं है. ബാക്കിയൊക്കെ പിടിച്ചെടുക്കുമായിരുന്നു. बाकी सब हासिल किया. ഇത് പിടിച്ചെടുക്കട്ടെ, ഇത് സ്വന്തം പേര് കിടക്കുക. ये उसके नाम से है. യോസഫും ഇസ്രായേൽ മക്കളും എല്ലാം ഇസ്രായേലിൽ പോയിട്ടും जोसेफ और इस्राएल के बच्चे सब मिस्र में जाने के बाद ഇസ്രായേലിൽ വെച്ച് മരിച്ച യാക്കോബിനെ അവിടെ കൊണ്ട് അടക്കിയത്. कि मिस्र में जो याकूब गुजर गया उसको उधर जाके गाड़ा. അതിന്റെ അർത്ഥം എന്താ? उसका अर्थ क्या है? അതിന്റെ അർത്ഥം ഇപ്പോഴും ആ ഗുഹ അവരുടെ കയ്യിൽ തന്നെ ഇരിക്കുക അല്ലേ? उसका गुहा अभी भी उनके पास है. वो जमीन उन्हीं के पास है. വല്ലവന്റെ പറമ്പിൽ കൊണ്ട് അടക്കാൻ നോക്കുമോ? മിസ്രൈമിൽ നിന്ന് വന്നിട്ട് അടക്കാൻ ഒക്കത്തില്ല. क्या किसी और के जमीन में गाड़ सकते हैं? അബ്രഹാം മേടിച്ചത് മൂന്നാമത്തെ തലമുറയെ അടക്കാൻ വന്നപ്പോൾ പ്രശ്നമില്ലാതെ അടക്കാൻ പറ്റിയെങ്കിൽ അതിന്റെ കാരണം ആ ലാൻഡിന്റെ ഓണർഷിപ്പ് ഇപ്പോഴും ആരുടെ കയ്യിലാണ്? अब्राहम ने लिया तीसरी पीढ़ी को गाड़ने के लिए, तभी भी कोई समस्या नहीं हुआ. तो उसका किसके नाम पे है? കാലേബ് പറയുക. कालेब कहता है ഹല്ലേലൂയ. ഹെബ്രോനൊക്കെ ഇങ്ങതാന്നേ. वो हेब्रोन सब दे दे. ഞങ്ങളുടെ പിതാക്കന്മാരുടെ നഗരമാ. वो हमारे पिताओं का नगर है. യുദ്ധം ചെയ്ത് ഞാൻ പിടിച്ചെടുക്കും. उसको मैं युद्ध करके लेगा. അതിന് കാരണം എന്താണെന്നറിയാമോ? उसका कारण क्या है? അതിനകത്ത് പിന്നെ ശത്രുവിന്റെ വലിയ ശക്തികൾ ഉണ്ടായി ആ സിറ്റീസിൽ. कि उसके बाद शत्रुओं का शक्ति आया. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, आज मुझे सुनने वालों, വേറൊരു ഹൃദയമുണ്ടെങ്കിൽ, आपको एक दूसरा हृदय है तो ചില അവകാശങ്ങളെ നിങ്ങൾ പിടിച്ചെടുക്കുന്നവരായി, कुछ हक को आप हासिल करोगे. പിതാക്കന്മാരുടെ വാഗ്ദത്തങ്ങളെ നിങ്ങൾ പ്രാപിക്കുന്നവരായി, पिताओं का वादाओं को तुम प्राप्त करोगे. ശത്രു കൊണ്ടുപോയതിനെ തിരിച്ചു പിടിക്കുന്നവരായി തീരും. शत्रु जो ले गए उसे तुम वापस लेंगे. आमीन. നഷ്ടപ്പെട്ടു പോകരുത്. नष्ट नहीं होना है. ദൈവമഹത്വം കണ്ടവർ ഒത്തിരി പേർ നഷ്ടപ്പെട്ടു പോയി. कि परमेश्वर की महिमा देखकर बहुत सारे लोग नष्ट हुआ. കഴിഞ്ഞ ദിവസം വേദപുസ്തകം ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ पिछले दिनों जब वचन पढ़ रहा था, സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വേദപുസ്തകം പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും पहले हमने बहुत बार वचन पढ़ा है. ഓരോ വായനയിലും പുതിയ പുതിയ കാര്യങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കും. हर बार पढ़ने में नया नया हम सीखता है. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം പുതുതായിട്ട് എന്റെ ചിന്തയ്ക്ക് വിഷയഭവിക്കുവാനിടയായി. पिछले दिनों में पढ़ते समय एक नया विचार आया. പുസ്തകം 24-ാം അധ്യായത്തിൽ നിന്ന് Exodus 24. വേദപുസ്തകത്തിൽ ആ വാക്യം അവിടെ കിടപ്പുണ്ട്. പക്ഷേ ഇത്രയും നാളും അങ്ങനെ ശ്രദ്ധ പോയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ പിന്നെ ഒരു വലിയ ഹല്ലേലൂയ ഒരു റെവലേഷൻ പോലെ കണ്ണിന് പെടുവാനിടയായി. वो वचन वहाँ पढ़ा है लेकिन आज तक दृष्टि में नहीं है, लेकिन पिछले दिन जब पढ़ा तो बहुत बड़ा प्रकाशन मिला. അവിടെ എഴുതിയിരിക്കുന്നത് മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയപ്പോൾ वहाँ लिखा है कि मूसा जब पहाड़ में गया, ദൈവം ന്യായപ്രമാണമൊക്കെ കൊടുത്തവർക്ക്, कि परमेश्वर ने व्यवस्था दिया उन्हें, ന്യായപ്രമാണമൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. कि उसको एस्टैब्लिश किया. എന്നിട്ട് ദൈവം തിരിച്ചു പോകുന്നതിന് മുമ്പ്, और परमेश्वर लौट के जाने से पहले, അതിന്റെ ക്ലൈമാക്സ് കേട്ടോ, സീനായ് പർവ്വതത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ക്ലൈമാക്സ് ഭാഗമാണ്. परमेश्वर का जो कार्य उधर सीनाई में प्रकट हो गया उसका क्लाइमैक्स पोर्शन है. हालेलुया. എന്താ സംഭവിച്ചെന്നറിയോ? क्या हुआ? മോശയോട് ദൈവം പറഞ്ഞു, ഇസ്രായേൽ മക്കളിൽ मूसा से कहा कि इस्राएल के लोगों में से अहरोन, नादाब, അബീഹു, अहीबू, ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേര്, और इस्राएल के बुजुर्ग में 70, അവർ പർവ്വതത്തിലേക്ക് കയറി വരാൻ പറഞ്ഞു. वो पहाड़ में चढ़ के आने को कहा. ഇത്ര നാളും നമ്മൾ പ്രസംഗിച്ചത് മോശ പർവ്വതത്തിൽ കയറി എന്നല്ലേ? आज तक हमने प्रचार किया मूसा पहाड़ में गया, मूसा पहाड़ में गया. ഞാൻ വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. पिछले दिनों जब मैंने पढ़ा तो मुझे മോശ आश्चर्य लगा പർവ്വതത്തിൽ കയറി, അവൻ ആ പർവ്വതത്തിൽ നിന്ന് കർത്താവിൽ നിന്ന് പ്രാപിച്ചെല്ലാം ശരിയാണ്. कि मूसा ने पहाड़ में चढ़ा और प्राप्त किया, सब सही है. എല്ലാം കൊടുത്ത് കർത്താവ് പോകുന്നതിന് മുമ്പ് പറഞ്ഞു, മോശ നീ മാത്രമല്ല കുറച്ച് പേരെ കൊണ്ട് എനിക്ക് പർവ്വതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. कि परमेश्वर जाने से पहले बोला मूसा सिर्फ तुझे नहीं और भी कुछ लोगों को मुझे ऊपर लाना है. वहाँ लिखा है. ഹല്ലേലൂയ. അനന്തരം മോശയും അഹരോനും നാദാബും അബീഹുവും, 9-ാം വാക്യം 24:9. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. ഹലോ, ആര് കണ്ടെന്നാ? कौन देखा?
ഈ മോശ, അഹരോൻ, നാദാബ്, അബീഹു 70 ലീഡേഴ്സ്, എൽഡേഴ്സ് 70 ലീഡേഴ്സിനെ തിരഞ്ഞെടുത്തതൊക്കെ നിങ്ങൾ വായിച്ചിട്ടില്ലേ? कि मूसा ये सब 70 लोग ആ കണ്ടോ, ഇത് ചെറിയ കാര്യമാണ്. ഇത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഇത് छोटी വേദോസം बात പല में പ്രാവശ്യം ध्यान- വായിക്കുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് വരും. जो बार बार पढ़ते नई नई बातें इसमें से आता है. അന്നത്തേക്കുള്ളത് എവിടെങ്കിലുമൊക്കെ ദൈവം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. हर दिन के लिए परमेश्वर कहीं ना कहीं रखा है ജീവിതകാലത്തേക്ക് മുഴുവനുള്ള സന്ദേശങ്ങൾ വേദോസത്തിലുണ്ട്. നമുക്ക് कि जीवन की पूरे उम्र के लिए संदेश തക്ക इसमें है. സമയത്ത് നമ്മോട് സംസാരിക്കും. सही समय परमेश्वर हमसे बातें करेंगे. ഇവർ 70 പേര് മേളോട്ട് കയറി ചെന്നു. എനിക്കറിയത്തില്ല ടിൽ വാട്ട് എക്സ്റ്റെന്റ് അവർക്ക് പോകാൻ പറ്റിയെന്ന്. मुझे ये नहीं पता कितने ऊपर तक वो लोग മോശ गए. കയറിയതുപോലെ അതിന്റെ കൊടുമുടിയുടെ മുകളിൽ വരെ ചെന്നോന്ന് അറിയത്തില്ല. പക്ഷെ ദൈവം അവരെ അനുവദിച്ചു. मुझे पता नहीं वो मूसा के से एकदम छोटी तक गया, लेकिन परमेश्वर ने अनुमति दिया. പർവ്വതത്തെ തൊടാൻ പോലും പറ്റാത്ത ആ പർവ്വതത്തില് जिस पहाड़ को छू भी नहीं सकता ഒരു था, ചെറിയ സൂചന ഞാൻ പറയാം. एक छोटा सा एक झुंड में देता हूँ. അവന്റെ പാദപീഠങ്ങളുടെ കീഴെ നീലക്കല്ല് പോലെ ഒരു തളം അവർ കണ്ടെന്നാ പറയുന്നത്. उसके पैरों के नीचे एक पत्थर के जैसे उसने नीले മേളിൽ വരെ पत्थर जैसा ചെന്നില്ലെങ്കിൽ देखा. അവന്റെ പാദപീഠങ്ങൾക്ക് കീഴെ വരെ ചെന്ന് ഒന്ന് കാണാൻ അവർക്ക് പറ്റി. उसके परमेश्वर के चरणों तक മേളോട്ട് जाके देख മേളോട്ട് पाया. കണ്ടു കാണത്തില്ല. ऊपर नहीं देखा होगा. കണ്ട ഭാഗം ഇവിടെ പറഞ്ഞ അങ്ങനെ അല്ലേ, അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെ കർത്താവ് ചവിട്ടി നിന്ന ഭാഗം ഒന്ന് കണ്ടു. कि परमेश्वर ने कदम रखा हुआ जगह जरा देखा. കാലല്ല, പിന്നെ ചവിട്ടി നിന്ന ഭാഗം, ആ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കാല് തൊട്ട് ആ ഭൂമി, ഹല്ലേലൂയ, ഒരു ഹോളി ഗ്രൗണ്ടായി മാറിയ ഭൂമി, അതാ ഒന്ന് കണ്ടത്. कि परमेश्वर Thank का you, कदम Jesus. नहीं, कि परमेश्वर जो पैर रख के खड़ा हुआ वो स्थान उन्होंने ഇത് देखा. സീനായി പർവ്വതമാ. ये सीनाई पहाड़ है. കർത്താവ് ചവിട്ടി നിന്ന് കഴിഞ്ഞപ്പോൾ जब परमेश्वर ने उधर कदम रखा, അവര് നോക്കുമ്പോൾ ആ ഭൂമി എങ്ങനെയാ കാണുന്നത്? उन्होंने वो धरती को कैसे देखा? നീലക്കല്ല്, नीलमणि जैसे. ഹോ, അത് എങ്കിലും അവരൊന്ന് കണ്ടു. वो उन्होंने देखा. ബാക്കി മേളോട്ടൊന്നും കണ്ടു കാണത്തില്ല. आगे ऊपर तो नहीं देखा. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ആരൊക്കെ കണ്ട? അഹരോൻ, നാദാബ്, അബീഹു. कौन कौन देखा? अहरोन, नादाब और अबीहू. ആരായിരുന്നു നാദാബ്, അബീഹു? कौन है नादाब और अबीहू? അഹരോന്റെ മക്കളായിരുന്നു, മൂത്ത 2 പിള്ളേരായിരുന്നു. अहरोन के बड़े 2 बच्चे. എന്തൊരു ഭാഗ്യമല്ലേ, कितना बड़ा भाग्य है. അത്രയൊക്കെ കണ്ടവര് उतना देखा हुआ लोग പിന്നെ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്? फिर कैसे जीना चाहिए? നമ്മുടെ ജീവിതത്തിലൊക്കെ അത്രയൊന്നും കാണണ്ടാതെ ഒരു ചെറിയ ദൈവപ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭ്രാന്തന്മാരായിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കത്തില്ലേ? हमारा जीवन उतना नहीं देगा, छोटा से हम पागल जैसे परमेश्वर के लिए जिएगा. നമ്മളൊക്കെ വലിയ മുടക്കൾ കണ്ടിട്ടാണ് ഇവിടെ ഭ്രാന്തന്മാരെ പോലെ ഇരുന്ന് ആരാധിക്കുന്നത്. कि हम क्या बड़े चमत्कार देख के हम पागलों के से आराधना करते ഒരു हैं. ചെറിയ സൗഖ്യം കിട്ടിയപ്പോഴും നമ്മൾ ഞാൻ ഇനി യേശുവിന് വേണ്ടി ജീവിക്കുന്നു. एक छोटी चंगाई भी मिलता हम बोलते हैं हम यीशु के लिए जिएंगे. ശരിയല്ലേ? सही है कि नहीं? വലിയ കാര്യം എന്തെങ്കിലും കിട്ടിയിട്ടാണെന്നോ? അല്ല, നമുക്ക് അത്രയും മതി. കാരണം നമുക്കൊരു വേറെ ഹൃദയമാ. हमें उतना ही बस, हमें एक दूसरा. പക്ഷെ എന്നെ സങ്കടപ്പെടുത്തിയ കാര്യം പറയാം. मुझे जो दुख दिया हुआ बात है, ഇത്രയും മഹത്വം കണ്ടവര്, इतना महिमा देखा हुआ लोग, അഹരോന്റെ മക്കള് ये अहरोन के बच्चे കുറെ ദിവസം കഴിഞ്ഞപ്പോ പട്ടുപോയി. कुछ दिनों के बाद नाश हो गया. ഹലോ, അത് ഓർക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടമാ. जब याद करते मुझे दुख होता है. ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി ചെന്ന് കർത്താവിന്റെ പാതാരവിന്ദങ്ങൾ കാണാനുള്ള ഭാഗ്യം സൃഷ്ടിച്ച 2 ചെറുപ്പക്കാർ. ഹല്ലേലൂയ. परमेश्वर के पहाड़ में चढ़ के परमेश्वर के कदमों का उस स्थान को देखने को भाग्य में भविष्य में मिला हुआ 2 बच्चे लोग കുറച്ച് കഴിഞ്ഞപ്പോ പട്ടുപോയി. कुछ समय के बाद नाश हो എന്താ गए. പട്ടുപോകാൻ കാരണം എന്നറിയാമോ? क्यों नाश हो गए? സ്പിരിച്വൽ വിഷയങ്ങൾ അവർ സീരിയസ് ആയിട്ട് എടുത്തില്ല. वो आत्मिक चीजों को गंभीरता से नहीं लिया. listening me? क्या आप मुझे ध्यान दे Are रहे you हैं? a person taking spiritual matters in a serious way? क्या आप आत्मिक विषयों को गंभीरता से लेते हैं? Hello, there is lot of people बहुत सारे लोग हैं who they will not give attention to spiritual matters. वो आत्मिक विषयों में गंभीरता नहीं लेते Think हैं. it as secondary. वो सेकेंडरी सोचते हैं. ഞാൻ ഭായിന്ദർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് पासवान जब भाईंदर रेलवे स्टेशन में ट्रेन से उतरते समय ഒരു ചെറുക്കൻ എൻ്റെ കൂടെ ഇറങ്ങി. एक लड़का पास्टर के साथ അവന്റെ उतरा. കയ്യിൽ ഒരു ക്രോസ് ടാറ്റു ചെയ്തിട്ടുണ്ടായിരുന്നു. उसके हाथ में क्रॉस टैटू था. അപ്പൊ എനിക്ക് മനസ്സിലായി ക്രിസ്ത്യൻ ആണ്. तो मुझे समझ में क्रिश्चियन है. ഞാൻ അവനോട് സംസാരിക്കാൻ ശ്രമിച്ചു. मैं उससे बात करने देखा. ഞാൻ എന്നോട് ചോദിച്ചു എവിടെയാ താമസിക്കുന്നത്? मैंने उससे पूछा कहाँ रहता है. ഞാൻ പറഞ്ഞു ഭായിന്ദർ വെസ്റ്റ് ഉത്തനാന്ന് പറഞ്ഞു. उसने बोला भाईंदर वेस्ट उत्तन. So basically he is a Christian. तो एक मसीह हो सकता है. ഞാൻ പറഞ്ഞു ഐ എം സോ ഹാപ്പി ടു മീറ്റ് യു, ഐ എം എ പാസ്റ്റർ. സോ പെട്ടെന്ന് അവൻ എന്തോ പറഞ്ഞു, നോ നോ ഐ എം നോട്ട് റിലീജിയസ്. ഹല്ലേലൂയ. तो he was not interested to talk to me. hallelujah. तो पास्टर बोला मुझे बहुत खुशी है तुमसे मिलके, मैं एक पास्टर है. तो उसने बोला कि मैं बोलता धार्मिक नहीं है, I'm not religious. मैं एक धार्मिक नहीं हूँ.
My mother is. Hallelujah. मेरी माँ है, That's the generation. वो एक पीढ़ी है। അഹരോൻ വലിയ ഭക്തനാ, अहरोन बहुत भक्त है, പുരോഹിത ശ്രേഷ്ഠനാ. वो प्रेरित है। അഹരോന്റെ കെയർ ഓഫിൽ ആ പർവ്വതത്തിന്റെ മുകളിൽ കട നാദാബിനും അബീഹുവിനും ഭാഗ്യം കിട്ടി. अहरोन की केयर ऑफ में नादाम और केयर अबीहू ऑफ को ही भी उस कितनी था पहाड़ पे केട്ടോ? चढ़ने की मिला, കെയർ ഓഫിൽ കിട്ടിയതാ. केयर ऑफ में मिला है അപ്പൻ മഹാപുരോഹിതനായതുകൊണ്ട് कि पिता അടുത്ത महापुरोहित തലമുറയിൽ था। ഇവൻ നിൽക്കേണ്ടത് കൊണ്ട് अगली पीढ़ी में रुकना है के ദൈവം हमें കൊണ്ടുപോയതാ. परमेश्वर ने खड़ा किया, പക്ഷെ ആ തലമുറ എന്ത് ചെയ്തു? लेकिन वो पीढ़ी ने क्या किया? സ്പിരിച്വൽ മാറ്റേഴ്സിനെ സില്ലി ആയിട്ട് കണ്ടു. वो आत्मिक विषयों को एकदम साधारण समझा। നിങ്ങൾ ഈ വേദപുസ്തകം വായിക്കുമ്പോൾ അത് മനസ്സിലാകും കേട്ടോ. आप वचन पढ़े तो ഈ आपको समझ में അഹരോന്റെ आए। കുഞ്ഞുങ്ങൾ എങ്ങനെയായിരുന്നു അറിയാമോ? अहरोन के बच्चे कैसे थे? They were serious about the spiritual matters. वो आत्मिक विषयों में गंभीर नहीं थे। ഹല്ലേലൂയ. ദൈവം കൃത്യമായിട്ട് പറഞ്ഞു, നീ ഇതിനകത്ത് അന്യാഗ്നി കത്തിക്കരുത്. कि परमेश्वर ने बोला कि दूसरा कोई अग्नि इसमें मत रखना, സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അഗ്നി മാത്രമേ ആലയത്തിൽ കത്താവുള്ളൂ. कि स्वर्ग से जो उतर वो अग्नि ही जलना है मंदिर में। പിള്ളേരോട് അഹരോൻ പറഞ്ഞടാ, യാഗപീഠം ധൂപം കാട്ടാൻ വരാൻ പറഞ്ഞു. ഇവന്മാർ എവിടുന്നോ അന്നേരം കിട്ടിയ അഗ്നി എടുത്ത് വാരി ഇട്ടോണ്ടെങ്കിൽ പോയിരുന്നു. तो उन्होंने क्या किया, कहीं से जो अग्नि मिला उठा के ले आ गया। ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിൽ നമ്മൾ അത് കാണുന്നുണ്ട്. लेविया की किताब 10 में हम देखते हैं। എന്താ അവിടെ കാണുന്നത്? അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും ഓരോ ധൂപകലശം എടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗവും ഇട്ടു. അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. അന്യാഗ്നി യഹോവയുടെ സന്നിധി കൊണ്ടുവന്നു. ആമേൻ. ഹല്ലേലൂയ. എന്താ സംഭവിച്ചത്? ഇവൻ തീക്കകത്ത് കയറിയവനല്ലേ? ये अग्नि में घुसा हुआ है, ഇവൻ പർവ്വതത്തിൽ ये കയറിയവനല്ലേ? पहाड़ में चढ़ा हुआ है, ഇവൻ സീരിയസ് ആയിട്ട് ജീവിക്കണ്ടായോ? ये सीरियस होकर जीना है। ഞാൻ പടം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? मैं जो बोल रहा सुन रहे, ഇത്രയും മഹത്വം കണ്ട രണ്ട് ചെറുപ്പക്കാരൻ इतना महिमा देखा दो नौजवान, നമ്മളാണ് ഭ്രാന്തന്മാരെ പോലെ കർത്താവിന് വേണ്ടി നിന്നെ. हम है तो पागलों जैसा परमेश्वर के लिए रुकेगा। അവരെന്ത് ചെയ്തെന്ന് അറിയാമോ? उन्होंने क्या किया, ഓ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട ആത്മിക ശുശ്രൂഷകളെ സില്ലി ആയിട്ട് ചെയ്തു. जो गंभीरता से जो करने वाले आत्मिक सेवक को लोग आसान साधारण से किया, അതുകൊണ്ട് അവര് നഷ്ടപ്പെട്ടു പോയി. इसलिए वो नष्ट हुआ। യങ് പീപ്പിൾ, नौजवानों, നിങ്ങൾ ആത്മിക വിഷയങ്ങൾക്ക് സീരിയസ്നെസ് കൊടുക്കുന്നവരാണോ? क्या आप आत्मिक विषयों को गंभीरता को देते हैं? ചെറുതാക്കി നിങ്ങൾ കാണല്ലേ. उसे आप छोटा मत समझो। നമ്മൾ ദൈവത്തിന്റെ മഹത്വം കണ്ടവരാ. हम परमेश्वर की महिमा देखा है, നമ്മൾ ലോക മനുഷ്യരെ പോലെയല്ല. हम दुनिया के लोगों के जैसा नहीं है। നിങ്ങൾ കേൾക്കുന്നുണ്ടോ? क्या आप मुझे सुन रहे हैं? പരിശുദ്ധാത്മാവ് ചിലരോട് സംസാരിക്കുക. पवित्र आत्मा कुछ लोगों से कहता है ദൈവത്തെ കാണാത്ത, ദൈവത്തെ അറിയാത്ത മനുഷ്യൻ അങ്ങനെ ജീവിക്കും. कि जो परमेश्वर को नहीं जानते, नहीं देखा, वो लोग इस पर जिएंगे। ലോക മനുഷ്യരെ दुनिया के लोग അവരങ്ങനെ ജീവിക്കുന്നേ. वो इस प्रकार जिएंगे, അവരെ പോലല്ല നീ. उनके जैसा नहीं है तुम। As a Christian, मसीह होके you're a person worshiping a living God. आप एक जीवित परमेश्वर को सेवा करने वाले हैं। You should not live like that fellow. आपको उसके जैसा नहीं जीना है। Be a person with difference. आप अलग व्यक्ति बन के जियो, Take spiritual things seriously. जो आत्मिक चीजों को गंभीरता से लो। നിനക്ക് വലിയ ചമത്കാരൊന്നും കാണണ്ട. तुझे बड़ा चमत्कार नहीं That देखना है, simple thing God did in your life. जो छोटी बातें परमेश्वर तेरे जीवन में किया। ദൈവം ചെയ്ത ചെറിയ കാര്യമുണ്ടല്ലോ. तेरे जीवन में परमेश्वर ये छोटी നിങ്ങളുടെ बातें, ജോലിക്കകത്തെ ഗടബടൊന്ന് ടീക്കാക്കിയ ചെറിയ കാര്യമുണ്ടല്ലോ. जो तेरी नौकरी में जो गड़बड़ है उसको जो ठीक किया, छोटी बातें, എക്സാം ഹാളിൽ നിങ്ങൾ അനുഭവിച്ച ചെറിയ മുടക്കളുണ്ടല്ലോ. जो तेरे एग्जाम हॉल में तूने अनुभव के छोटी चमत्कार, നിങ്ങളുടെ ശരീരത്തിലെ വേദന മാറിയ ചെറിയ മുടക്കളുണ്ടല്ലോ. जो तेरे शरीर के जो दर्द के That is छोटा चमत्कार, sufficient for you वो काफी है तेरे लिए, to believe him more. उसको और विश्वास करने के लिए। Hallelujah. Hallelujah. അത്ര പേർ പറയും, യേശുവേ, അവർ നഷ്ടപ്പെട്ടതുപോലെ ഞാൻ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. कितने लोग बोलेंगे प्रभु वो जैसा नष्ट हो वैसा मुझे नहीं नष्ट होना है। അഹരോന്റെ മക്കൾ സീരിയസ് അല്ലായിരുന്നു. अहरोन के बच्चे അതേ 10-ാം അധ്യായത്തിൽ वही 10वें अध्याय में നമ്മൾ പിന്നെ കാണുന്നത് എന്താണെന്നറിയാമോ? फिर हम क्या देखते हैं, പാപയാഗമാകുന്ന കോലാട്, जो बेड़, उसका बारे में मूसा ने हारून से पूछा, മോശ ആരോനോട് ചോദിച്ചു, क्या വ്യവസ്ഥ क्या है मालूम है? വ്യവസ്ഥ എന്തുവായിരുന്നു? ഈ കോലാടിന്റെ മാംസം ഭക്ഷിക്കണമെന്നാ. ये जो काटा हुआ बछड़े का गोश्त को खाना है। ഹല്ലേലൂയ. അപ്പൊ അഹരോൻ പറഞ്ഞു, तो अहरोन ने कहा ഓ പിള്ളേർ അതൊക്കെ ചുട്ടു കളഞ്ഞെന്ന് പറഞ്ഞു. कि बच्चों ने वो जला के दिया। How silly they were. അങ്ങനെ എഴുതിയേക്കുന്നത് ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിൽ लेविया 10-16 വാക്യത്തിൽ. സത്യം പറഞ്ഞാൽ മൂത്ത രണ്ട് മക്കളോട് എവിടുന്നോ തീ കൊണ്ടുവന്നു. बड़े दो बच्चों ने कहीं से तो आग लाया, അവരെ കർത്താവ് ദഹിപ്പിച്ചു കളഞ്ഞു.
परमेश्वर उनको भस्म किया ഇളയ രണ്ട് മക്കള് ശേഷിപ്പുള്ള പുത്രന്മാരെന്ന് എഴുതിയേക്കുന്നത്. कि जो दूसरे दो അവരാരൊക്കെയായിരുന്നു? എലിയാസറും ഈഥാമാരും. ഹല്ലേലൂയ. എലിയാസറും ചുരുക്കി പറഞ്ഞ യുവമാരും ഇന്ന് തന്നെ തട്ടിപ്പോണ്ടതല്ലേ? कि हकीकत में ये भी मर जाना चाहिए थे. വചനം പറഞ്ഞ മോശയുടെ കോപം അവരോട് ജ്വലിച്ചെന്നാ. कि वचन कहते हैं मूसा का क्रोध उस पे आया. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? उसका अर्थ क्या है? നാലെണ്ണം കൊണ്ട് നാല് ഒരുപോലായിരുന്നു. ये चारों एक समान था. ആത്മീയ വിഷയങ്ങളിൽ സീരിയസ്നെസ് കൊടുക്കാത്ത ഒരു തലമുറ. कि आत्मिक विषयों में गंभीरता ना देते हुए एक पीढ़ी. കേൾക്കുന്ന പ്രിയമുള്ളവരെ, मुझे सुनने वालों, നമ്മുടെ തലമുറ അങ്ങനെ ആകല്ലേ. हमारी पीढ़ी वैसा नहीं बनना है Give importance to spiritual matters. कि आत्मिक विषयों को गंभीरता दो. Take spiritual matters seriously. आत्मिक विषयों को गंभीरता It's से लो. not 40 days in a year. 40 दिन साल में नहीं. It's not the time of fasting. फास्टिंग के समय ही You नहीं. have to live a life of holiness 365 days in a year. आपको 365 दिन आत्मिक जीवन में पवित्रता के साथ जीना है. ഹലോ, ഇവരും ചത്തുപോകേണ്ടതാ. ये भी मर जाना चाहिए. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയാമോ? लेकिन क्या हुआ? അഹരോൻ പറഞ്ഞു, अहरोन ने कहा, ഒരു ന്യായം പറഞ്ഞു. एक न्याय എന്താ कहा. ന്യായം പറഞ്ഞെന്നറിയോ? क्या कहा? എന്റെ ജീവിതത്തിൽ നിന്ന് ഉണ്ടായത് അറിയാമല്ലോ. मेरे जीवन में जो हुआ पता है. മൂത്ത രണ്ട് മക്കൾ മരിച്ചുപോയി. അന്നത്തെ സംഭവമാകട്ടോ. 2 बच्चे मर गए. അത് ഓർത്താൽ അല്ലെങ്കിൽ അപ്പൊ മോശം പറഞ്ഞു പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. കാരണം എന്താണെന്നറിയാമോ? ഇനിയുള്ള ഈ രണ്ടെണ്ണം കൂടെ പോകാതെ എന്ത് ചെയ്തു? ഹല്ലേലൂയ. അങ്ങനെ വചനം എഴുതിയിരിക്കുന്നത് കേട്ടോ. ऐसा वचन लिखा है. ആ എനിക്കിങ്ങനെ ഭവിച്ചുവല്ലോ. मुझे ऐसा हुआ. ഇപ്പോഴാ പുള്ളി മിണ്ടിയത് കേട്ടോ. 10-ാം അധ്യായത്തിന് ആരംഭ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, അപ്പോൾ അഹരോൻ മിണ്ടാതിരുന്നെന്ന്. 4:10 അഹരോൻ മിണ്ടാതിരുന്നു. മക്കൾ രണ്ടുപേരും മരിച്ചിട്ടും അഹരോൻ എന്ത് ചെയ്തു? ഇപ്പൊ പുള്ളി പറയാ, കർത്താവേ എനിക്കിങ്ങനെ പറ്റിയല്ലോ. अब वो कहते हैं परमेश्वर मुझे ऐसा हुआ. കേൾക്കുന്ന പ്രിയമുള്ളവരെ, मुझे सुनने वाले प्रियो, എന്താ ഇവർക്ക് പറ്റിയത്? क्या इन्हें हुआ? മഹത്വം കാണാഞ്ഞിട്ടാണോ? क्या इन्होंने महिमा नहीं देखा? അത്ഭുതം കാണാഞ്ഞിട്ടാണോ? चमत्कार नहीं देखा? തീക്കകത്ത് കയറി നിന്നവരല്ലേ? क्या आग में खड़े नहीं थे? പക്ഷെ നഷ്ടപ്പെട്ടു പോയി. लेकिन नष्ट हो गया. कारण ആ തീയുടെ വില എന്താന്ന് മനസ്സിലാക്കി. वो अग्नि का कीमत क्या उन्हें नहीं जाना. മഹത്വം എത്ര സീരിയസ് ആണെന്ന് മനസ്സിലാക്കി. वो महिमा कितना गंभीर उन्होंने नहीं देखा. അതനുസരിച്ച് ജീവിച്ചില്ല. वो इस प्रकार नहीं जिया. Church, we have a promise. We have a promise. हम एक वादा है. നമ്മൾ മഹത്വത്തിന്റെ പർവ്വതത്തിൽ നിൽക്കും. हम भी महिमा का पहाड़ में रुकेगा. But take it seriously. उसको गंभीरता से लो. Take it seriously. उसे गंभीरता से लो. उसका जैसे इसका जैसे मत जियो. അവനെ പോലെ ഇവനെ പോലെ ജീവിക്കില്ലേ. Give seriousness to spiritual matters. कि आत्मिक जीवन में गंभीरता दो. Build your spiritual life. आपके आत्मिक जीवन को बनाओ. 70 പേരെ പർവ്വതത്തിലേക്ക് കൊണ്ടുപോയതാ. कि 70 लोग पहाड़ पे गया. എന്ത് പ്രയോജനമുണ്ടായി? क्या हुआ? ആ 70 ആരെങ്കിലും കനാനിലെത്തിയോ? वो 70 में से कोई कानान में पहुंचा मुझे नहीं पता. അവർക്ക് പറ്റിയത് നമുക്ക് പറ്റരുത്. उन्हें जो हुआ हमें नहीं होना അവർക്ക് है. പറ്റിയത് നമ്മുടെ തലമുറയ്ക്ക് പറ്റരുത്. उन्हें जो हुआ हमारे पीढ़ी में नहीं होना है. പരിശുദ്ധാത്മാവ് സഭയെ നോക്കി ഇന്ന് പകൽക്കാലം ദൂത് വിളിച്ചു പറയുക. पवित्र आत्मा कलीसिया को देख के वाणी देता है. ചർച്ചിന്റെ അകത്ത് അഭിഷക്തന്മാർ എഴുന്നേൽക്കുമ്പോൾ, कलीसिया के अंदर जब अभिषेक लोग खड़ा ചർച്ചിന്റെ होगा, അകത്ത് കൃപാവര പ്രാപ്തന്മാർ എഴുന്നേൽക്കുമ്പോൾ, कलीसिया के अंदर आया वाले लोग खड़े അഭിഷേകത്തിന് होगा. വില കൊടുക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കണം. कि अभिषेक के लिए कीमत देने वाला एक पीढ़ी उठना है. ദൈവമക്കൾ വന്ന് എഴുന്നേറ്റ് നിന്നാട്ട്. हर एक परमेश्वर बच्चे उठ जाइए. Can you say, Lord, I will give importance to spiritual matters. क्या आप बोलेंगे परमेश्वर में आत्मिक विषय में गंभीरता I देगा? will take it seriously. मैं उसे I गंभीरता से will लेगा. never play with my anointing. मैं अपने अभिषेक के साथ कभी खेलेगा I will नहीं. never take it as granted. मैं उसे ग्रांटेड नहीं I will लूंगा. never take my spiritual blessings as granted. मैं Hallelujah. आत्मिक आशीष को Oh, ग्रांटेड hallelujah. എനിക്ക് കിട്ടുന്ന കൃപാവരങ്ങളെ, എനിക്ക് കിട്ടുന്ന വരദാനങ്ങളെ ഞാൻ ചെറുതായി കാണുകയില്ല. मुझे जो वरदान जो अनुग्रह मिलते उसको അതൊന്നും छोटा നിസ്സാരമായി नहीं കാണുകയില്ല. समझूंगा. उसे छोटा नहीं समझूंगा. നിസ്സാരമായി കാണല്ലേ കേട്ടോ. छोटा मत समझना. നിനക്ക് കിട്ടിയ കൃപയെ നിസ്സാരമായി കാണല്ലേ. तुझे मिला अनुग्रह छोटा അഭിഷേകത്തെ मत समझना. നിസ്സാരമായി കാണല്ലേ. अभिषेक छोटा मत നിനക്ക് समझना. കിട്ടിയ നന്മയെ നിസ്സാരമായി കാണല്ലേ. तुझे मिला आशीष छोटा मत समझना. നിനക്ക് കിട്ടിയ ജോലിയെ നിസ്സാരമായി കാണല്ലേ. तुझे मिला नौकरी छोटा मत നിനക്ക് समझना. കിട്ടിയ കുടുംബജീവിതത്തെ നിസ്സാരമായി കാണല്ലേ. तेरे कुटुंब जीवन को छोटा मत समझना. നിനക്ക് കിട്ടിയ വിദ്യാഭ്യാസത്തെ നിസ്സാരമായി കാണല്ലേ. तुझे मिला पढ़ाई को छोटा मत നിനക്ക് കിട്ടിയ समझना. ശുശ്രൂഷയെ നിസ്സാരമായി കാണല്ലേ. तुझे मिला सेवा का छोटा मत समझना. സീരിയസ് ആയി കാണ്. उसे गंभीरता से लो. പ്രാർത്ഥനയോടുകൂടെ അതിനെ സമീപിക്കുക.
कि प्रार्थना के साथ तू खड़ा रहे। എല്ലാ കണ്ണുകളും അടച്ചിട്ട് हर जब अपनी आंखों को बंद करे and pray. और प्रार्थना करे, Lord, I give my life. परमेश्वर मैं मेरे हाथ जीवन देता हूँ, Surrender my life. समर्पण करता हूँ। I was a person till today. मैं आज तक ऐसा व्यक्ति था, I never took nothing seriously. मैं कोई भी चीज को गंभीरता से नहीं लिया। But today, लेकिन आज from today, आज से ഇന്ന് മുതൽ ഞാൻ കാര്യങ്ങളെ ഗൗരവത്തോടു കൂടെ കാണാൻ പോകുകയാണ്. मैं चीजों को गंभीरता से लूंगा। ഇന്ന് മുതൽ आज से ഞാൻ കളിയായി ജീവിക്കത്തില്ല, मैं खेल में नहीं जीऊंगा, തമാശയായി ജീവിക്കത്തില്ല. मैं मजाक में नहीं जीऊंगा। ഇന്ന് മുതൽ आज से ഞാൻ ആരെന്ന് മനസ്സിലാക്കി, मैं कौन है जान के, എന്റെ പ്രിവിലേജ് എന്താന്ന് മനസ്സിലാക്കി. मेरी प्रिविलेज क्या है जान के। കേൾക്ക് ദൈവമക്കളെ, सुनिए, ഈ പാളയത്തിൽ നിൽക്കുന്ന इस रणभूमि में जो रुका, അനേകർക്ക് കിട്ടാത്ത ഭാഗ്യമാണ് നിനക്ക് കിട്ടിയത്. जो बहुत सारे लोगों को नहीं मिला वो तुझे मिला है। तराई में खड़ा एक काफी लोगों को नहीं मिला, वैसे मौका परमेश्वर तुझे दिया है. കിട്ടാത്ത ദൈവം നിനക്ക് തന്നു। इस महान परमेश्वर को जानने के लिए, पहचानने के लिए, पीछा करने के लिए. ഈ हालेलुया. വലിയ ദൈവത്തെ അറിയാൻ, പരിചയപ്പെടാൻ, പിൻപറ്റാൻ, ഇത് വലിയതാണെന്ന് ചിന്തിച്ചോണം കേട്ടോ. ये बड़ा है, समझना है। Consider it as a great privilege. ये बहुत बड़ा प्रिविलेज है। നീ നഷ്ടപ്പെട്ടു പോകല്ലേ കുഞ്ഞേ, तू नष्ट मत होना बच्चा, നിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകല്ലേ. तेरा जीवन नष्ट नहीं होना നിനക്കൊരു है। വലിയ വിളിയുണ്ട്. तुझे एक बहुत बड़ा बुलावट है। ഈ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. तू चीजों को गंभीरता से ले। എലിയാസർ, ഈഥാമാർ, एलिया से इथामार, you have a big call. एक बड़ा बुलावट है। Take the things seriously. चीजों को Young गंभीरता से लो। people, नौजवानों, all of you have a big call. आपको एक बड़ा बुलावट है, So approach the things in a serious way. उसको गंभीरता से लो। മാതാപിതാക്കളെ, നിങ്ങൾക്ക് വലിയ ശുശ്രൂഷയുണ്ട്. माता पिता आपको बड़ा सेवकाई है। ആത്മീയ വിഷയങ്ങൾ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക. आत्मिक विषयों को तुम गंभीरता से लो। പരിശുദ്ധാത്മ ശക്തമായി പറയുക. पवित्र आत्मा सामर्थ से ആ कहता है, 70 പേർക്ക് പറ്റിയത് നിങ്ങൾക്ക് പറ്റരുത്. वो 70 लोगों को हुआ, तुम्हें नहीं होना है। നമുക്കത് പറ്റരുത്. हमें वो नहीं होना है। ഉള്ള വിശ്വാസം കൊണ്ട് നിറയ്ക്കട്ടെ. अंदर विश्वास ഒരു से भरा है। പുതിയ ഹൃദയം പ്രാർത്ഥിച്ചു പ്രാപിക്കട്ടെ. एक नया हृदय प्रार्थना करके प्राप्त करो। Sing a little louder in the presence of my enemy. Sing a little louder